ഡിസ്ചാർജിന്റെ പേരിൽ കയ്യിലേക്ക് കിട്ടിയ ബില്ലിന്റെ ക്രോസ് ചെക്കിംഗ് ആണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിസ്ചാർജ് ആണെന്ന് അറിഞ്ഞ ആ മൊമെന്റിൽ തന്നെ ബാഗ് ഒക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ പോകാൻ റെഡി ആയിട്ടാണ് കേട്ടോ ഉമ്മിച്ച് ഇവിടെ ഇരിക്കുന്നത്. കാര്യം നമ്മൾ ഒരു ഹോളിഡേ മാറി നിന്നത് ട്യൂസ്ഡേ മാത്രമാണ്, മൺഡേ നൈറ്റും ആണ് പിന്നെ മാറി നിന്നിട്ടുള്ളൂ വീട്ടിൽ നിന്ന്. എന്നാലും വീടിന് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്തവണത്തെ കിൻഡർ ഹോസ്പിറ്റലിന്റെ സർവീസിന് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏറ്റവും പൂവർ ആയിട്ടായിരുന്നു കേട്ടോ, അത്രയ്ക്ക് മോശമായിരുന്നു. പക്ഷെ ബില്ലിന്റെ കനത്തിന് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ആ ബില്ലിന്റെ കനത്തിനനുസരിച്ചിട്ടുള്ള ഒരു സർവീസും കൂടി ആയിരുന്നെങ്കിൽ എന്തായാലും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയേനെ. ഉമ്മച്ചിയുടെ കയ്യിലെ ക്യാനുല എന്തായാലും റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ. അടുത്ത 3 ദിവസം നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കാനുണ്ട്. അങ്ങനെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ കിൻഡർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നോമ്പ് തുറക്കുന്നതിന് ഒരു 1.5 മണിക്കൂർ മുമ്പേ നമ്മൾ വീട്ടിലെത്തിട്ടോ. ഈന്തപ്പഴം പൈനാപ്പിൾ ജ്യൂസും നാരങ്ങ സർബത്തും കട്ട്ലേറ്റും മുന്തിരിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും പ്ലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതിനൊരു ടൈം കിട്ടിയില്ല കേട്ടോ. എന്റെ വീട്ടിലെത്തിയ പാടെ നേരെ ഇക്കാക്കാന്റെ വീട്ടിൽ പോയി ഹയാസിനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അൽഹംദുലില്ലാ ഇന്നത്തെ സന്തോഷം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ എത്താൻ പറ്റിയെന്നുള്ളതാണ്. അപ്പൊ നോമ്പൊക്കെ തുറന്നു. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.